മാത്യൂസേ, വിൻസെന്റെ, നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരു ഈച്ച പോലും അറിയരുത്. ഈ സമയത്ത് ഇവിടെ ആര് വരാനാ? നീ ധൈര്യമായിട്ടിരിക്കും. തുമ്മിച്ച, നമ്മുടെ അവസ്ഥ കൊണ്ടല്ലേ. വാ, എല്ലാം പറഞ്ഞതുപോലെ. വാ, നോക്കി വാ. കപ്പ്യാരില്ല കർത്താവേ, ഇങ്ങേർക്ക് ഉറക്കമില്ല. പോയി. മാത്യൂസേ, അറിയാലോ, അകത്ത് കയറി തിരുവോസ്തി കൈക്കലാക്കണം. നോക്കാം, ഞങ്ങളിവിടെ നോക്കിക്കോളാം. ധൈര്യമായിട്ട് ചെല്ലാനേറ്റു. പോ. എന്നാ ശരി. വാടാ, നമുക്ക് മാറി നിൽക്കാം. അച്ചോ, അച്ചോ, ഓടി വാച്ചോ. മാത്യൂസേ, അവരങ്ങോട്ടാ ഓടിയത്. കപ്പിയാരെ, പോയി നോക്ക്. ഞാൻ പള്ളിക്കകത്ത് പോയി നോക്കാം. പെട്ടെന്ന് വാടാ, ഇതിലേ പോവാ. ആ കത്തനടച്ചും പറയുന്നുണ്ട്, വേഗം പോ. നിൽക്കണ അവിടെ. മാത്യു, എന്താടാ? അളിയ, എന്റെ കാല്. നീ എന്നെ നോക്കണ്ട, നീ ഇത് കൊണ്ട് പൊയ്ക്കോ. പോ. അച്ചോ, ഇവിടെ എന്താ നടക്കുന്നത്? എന്താ? തിരുവോസ്തി മോഷണം പോയിച്ചു. മോഷണം പോയ? അതെ അച്ചോ. കർത്താവേ, കർത്താവ് അങ്ങയോട് കൂടെ. ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണേ കർത്താവേ. Luciferi Excelsia Lulu Satane കൊണ്ടുവാ. ഇന്നത്തെ ബലി സാത്താനേറെ ഇഷ്ടപ്പെട്ടതാകും. വാ സാത്താനേ, വാ സാത്താനേ. അവൻ വന്നു, കൂട്ടിക്കൊണ്ടു അവനെ. കൊണ്ടുവന്നു, കൊണ്ടുവന്നു. ഈ സർവശക്തിയും എനിക്ക് സാത്താൻ ജയിക്കട്ടെ. എന്റെ കയ്യിൽ താ. നശിപ്പിച്ചു,
നശിപ്പിച്ചു. തറയിൽ കളയരുത് ഞാൻ പറഞ്ഞതല്ലേ. ഇനി നിന്റെ സാത്താന് ഞാൻ എന്ത് പേടി കൊടുക്കും? സാത്താനേ, മക്കളെ തൊമ്മിച്ച അപ്പച്ച, കഴിഞ്ഞതൊക്കെ പോട്ടടാ, എല്ലാം ശരിയാവും. എല്ലാം കർത്താവിന്റെ പരീക്ഷണങ്ങളാ. മക്കളെ വാടാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇച്ചായ, ആ ലിസി, കർത്താവിനോട് മനമുരുക്കി പ്രാർത്ഥിച്ചോ? ലിസി ആ കൈങ്ങി തന്നെ. ഇനി ഒരിക്കലും നിനക്കും കുഞ്ഞിനും ഒരു ശല്യം ഉണ്ടാവൂല. കർത്താവാണ് സത്യം. മോളിക്കുട്ടി, ആലീസേ, മാത്യു എവിടെ? നിൽക്കുന്നു. ഇവിടെ വരുമ്പോ നമ്മളെ ദുഃഖം എല്ലാം മറക്കും. എന്തോ ആലീസേ, നിങ്ങൾ ഇവിടെ ഇരുന്നോ? ഡോക്ടർ അപ്പന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. കുറച്ചു ദിവസം ആയില്ലേ ആലീസേ പണിക്ക് പോയിട്ട്? അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? എന്റെ കാശ് എവിടുന്നാ? എന്ന് പറഞ്ഞാ പറ്റുമോ? അപ്പന്റെ അവസ്ഥ ക്രിട്ടിക്കലാ. ആലീസേ, എന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? എന്റെ അപ്പനായതുകൊണ്ടല്ലേ നിങ്ങൾ എങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾക്ക് 2 കൂട്ടുകാരുണ്ടല്ലോ, അവരോട് കടം ചോദിക്ക്. കൊള്ളാം, എന്നെക്കാളും അവരുടെ അവസ്ഥ വളരെ മോശമാണ്. നിങ്ങളുടെ കൂടെ എന്നിറങ്ങി വന്നു അന്ന് തുടങ്ങിയതാ എന്റെ ദുരിതം. ഒരിക്കലും നന്നാവില്ല. മാത്യൂസേ, ഇത് വെച്ചോ. എന്താ ഇത്? ലിസിയുടെ അപ്പച്ചൻ സുഖമില്ലാതെ കിടക്കുകയല്ലേ, ഇതിനുള്ള മരുന്ന് വാങ്ങിക്കൊടുത്ത്. നിന്റെ അമ്മച്ചിയുടെ കണ്ണ് ഓപ്പറേഷൻ ഓടി നടക്കുന്ന നീയാണോ മുഴുവൻ ശമ്പളം എനിക്കൊണ്ടിരുന്നത്? അത് സാരമില്ലടാ, ഇല്ല, വെച്ചോ. വേണ്ട, ഇരിക്കട്ടെ, നീ വെച്ചോ. എടാ, ഒരു കണക്ക് കർത്താവ് നമുക്ക് ഇങ്ങനൊരു ജന്മം നൽകിയത് തന്നെ നന്നായി. കർത്താവിനോട് നന്ദി പറയണം. ശരിയാ, നമുക്ക് തന്നെ എന്തെല്ലാം സങ്കടങ്ങൾ വന്നിട്ടും നമ്മൾ സന്തോഷിച്ചു കഴിയുന്നില്ലേ? അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എടാ, വായിൽ സ്വർണ്ണക്കാരൻ്റെ ജനിക്കണമെന്നൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂല. തുമ്മിച്ച, നിന്റെ മോന്റെ ഹാർട്ട് ഓപ്പറേഷന്റെ പൈസ എല്ലാം റെഡിയായോ? അതെങ്ങനെയാ? നീ സ്വന്തം ബുദ്ധിമുട്ട് മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന പരിപാടി ആദ്യം നീ നിർത്ത്. കാരുണ്യവാനായ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ? ശരി, പോവാ. സ്കൂള് വിടാൻ സമയമായി. ആ കൊച്ചു ഒറ്റയ്ക്കായിരിക്കും ഈ വഴി വരുന്നത്. വേറെ ഏതെങ്കിലും കുട്ടികൾ കൂടെ വന്നാൽ വരില്ല. സാത്താൻ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അതാ വരുന്നു സാത്താന്റെ വിരുന്നിനായി. പെട്ടെന്നാവട്ടെ. എന്താ ഇച്ചായ മുഖം വല്ലാണ്ടിരിക്കണത്? ഈ വരുന്ന തിങ്കളാഴ്ച 30,000 രൂപ അടയ്ക്കണം. എന്നാലേ അമ്മച്ചിയുടെ കണ്ണ് ഓപ്പറേഷൻ നടക്കൂ. മോളെക്കുട്ടി, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നമസ്കാരം. മോളെ, സുഖാണോ? ആ, സുഖമായിരിക്കുന്നു. കുറച്ചു ദിവസം ആയല്ലോ വിൻസെന്റ് പള്ളിയിലോട്ടൊക്കെ വന്നിട്ട്. എന്ത് പറ്റി? അമ്മച്ചിയെ കണ്ണ് ഓപ്പറേഷന് വേണ്ടി ആശുപത്രി കിടത്തിയിരിക്കുക. കുറച്ച് കാശുകൂടി കിട്ടിയാലേ ഓപ്പറേഷൻ നടക്കൂ. കൂടെ ആരുണ്ട്? അപ്പച്ചനുണ്ട്. ഞാൻ വൈകുന്നേരം പോവും. സുഖവും ദുഃഖവും ഒക്കെ നിറഞ്ഞതല്ലേ വിൻസെന്റ് മനുഷ്യ ജീവിതം.
സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? കർത്താവിനോട് മനമുരുകി കരഞ്ഞപേക്ഷിക്ക്, എല്ലാ വിഷമങ്ങളും മാറും. ശരിയെന്ന്. പള്ളിയിൽ പോയിട്ട് രണ്ടാഴ്ച. ശരിയാ. ശ്ശേ, എന്നാലും അവനിത് എവിടെ പോയി? എനിക്കറിയില്ല. വർഗീസേട്ടാ 2 ചായ. ഇപ്പൊ എടുക്കാം. ആ, തൊമ്മിച്ചനെ കാണാനില്ലല്ലോ. വീട്ടിൽ പോയി നോക്കി, കാണാനല്ല അവിടെയും. ലാസറപ്പച്ചനെയും ലിസിയും മോനെ ഒന്നും കാണാനില്ല. 2 ദിവസം മുമ്പ് കണ്ടപ്പോ കുടുംബമായിട്ട് ധ്യാനത്തിന് പോകുന്നു പറഞ്ഞായിരുന്നു. അതിലെങ്ങാനും പൊക്കാണോ? അതെങ്ങനെ പോവും? ധ്യാനത്തിനായാലും പെരുന്നാളിനായാലും നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്? അതേന്നെ, ദേ അച്ഛൻ വരുന്നു. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ അച്ചോ? വർഗീസ് ചായ സുഖമായിരിക്കുന്നു. അതുപോലെ 2 ചായ. കുഴപ്പമൊന്നുമില്ലല്ലോ. കാണാനില്ലല്ലോ പള്ളിയിലൊന്നും. അച്ഛോ, കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഓടി നടക്കുകയായിരുന്നു. ഞങ്ങള് തൊമ്മിച്ചിനെ തിരക്കി ഇറങ്ങിയതാ. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ലച്ചോ. തൊമ്മിച്ചന്റെ കുഞ്ഞിന് ഇന്നലെ രാത്രി ഇച്ചിരി കൂടുതലായി. താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാ. സിസ്റ്റർ മേരിയുടെ അപ്പച്ച ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ. സിസ്റ്ററാ പറഞ്ഞത്. ഒരു ആവശ്യം വന്നാൽ ഞങ്ങളെ അറിയിക്കുന്നവനാണോ? നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു കാണും. വന്നേ, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. ഞങ്ങളൊന്ന് പോയിട്ട് വരച്ചോ. ഞങ്ങൾ അങ്ങോട്ട് വരാം, നിങ്ങൾ ആ, ശരി അച്ഛോ. വർഗീസ് ചായ ചായ വേണ്ട. കർത്താവ് എന്റെ കുഞ്ഞ്. തൊമ്മിച്ച, നീ എന്താടാ ഞങ്ങളോടൊന്നും പറയാതെ നീ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്? നിങ്ങൾക്ക് വിഷമാകണ്ടെന്ന് വെച്ച് പറയാതിരുന്നതാ. എടാ, ഇത്രയും കാലം നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചായിരുന്നില്ലേ? ഇപ്പൊ മാത്രം പിന്നെ എന്തിനാടാ ഇങ്ങനെ? അങ്ങനെയാണോടാ കണ്ടിരിക്കുന്നത്? വിൻസെന്റ്, നാളെ എന്റെ മോന്റെ ഓപ്പറേഷനാ. എന്തെയാണെന്ന് എനിക്ക് രക്തം പിടിയും കിട്ടില്ലടാ. എടാ, കരയല്ലേ. എല്ലാത്തിനും കർത്താവ് വഴി കാണിച്ചു തരും. ഞങ്ങളില്ലടാ എല്ലാത്തിനും നിന്റെ കൂടെ. വാ. നല്ല വിഷമത്തിലാണല്ലേ? നിങ്ങളെ സഹായിക്കാനാ ഞങ്ങളൊക്കെ വന്നത്. എങ്ങനെ? ഞങ്ങൾ പറയും പോലെ ചെയ്താ നിങ്ങൾക്ക് ലക്ഷ്യപ്രഭുക്കളാവാം. അതങ്ങ് കൊടുത്തേക്ക്. എന്താ ഇത്? തൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കട്ടെ. നമുക്ക് കാണാം വീണ്ടും. മാത്യു, എന്താടാ ഇത്? അറിയില്ല. നോക്ക്, ഇതിൽ നിറച്ച കാശാടാ. എന്തോ വിഷയമുണ്ട്. അല്ലെ പിന്നെ ഇതെന്തിനാ അവര് നമുക്ക് തന്നത്? അറിയില്ല. തൊമ്മിച്ച, ചിലപ്പോ നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് കർത്താവായിട്ട് തന്നതാണെങ്കിലോ? ഇപ്പൊ ഇതിരിക്കട്ടെ, വാ നമുക്ക് പോകാം. മാത്യൂസേ, എന്താടാ ഇത്? ഇപ്പൊ നമ്മുടെ കുടുംബമൊക്കെ എത്ര സന്തോഷത്തിലാണെന്ന് അറിയാമോ? അപ്പച്ചന്റെ ഒരു കാര്യം അങ്ങോട്ട് നോക്കടാ. ഇവിടെ നിൽക്കണ ഇങ്ങനെ എന്നാലാ പോണ്ടേ? പിന്നെ വാ, വാടാ. എനിക്കൊരു ക്ഷീണം പോലെ. എന്താ അപ്പച്ച? മക്കളെ വെള്ളം കൊണ്ടാ. വെള്ളം കൊടു. മാത്യു, അപ്പച്ചൻ അങ്ങോട്ട് ഇരുത്ത്. അപ്പച്ചാ വാ. പിടിക്ക്. അങ്ങോട്ട് ഇരിക്കാം. അപ്പച്ച, പതുക്കെ. അപ്പച്ച എന്തെങ്കിലും വല്ലായ്മ ഉണ്ടോ? കുഴപ്പമില്ല അച്ചോ. മോളെ, തൊമ്മിച്ചൻ വരാൻ സമയമായി. അവൻ വന്നാ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാൻ അപ്പച്ച? ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യാനാ? ഒരു മുറിയുമുണ്ട്, അവനുമുണ്ട്. എന്ത് നടക്കുന്നു അറിയാനും കഴിയുന്നില്ല. താക്കോൽ അവന്റെ കയ്യിലല്ലേ. നാറിയിട്ടാണെങ്കിൽ അങ്ങോട്ട് പോവാനേ പറ്റുന്നില്ല അപ്പച്ച. പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും. ഇങ്ങോട്ട് മാറാറുക. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ഈ വീടിനകത്ത് മൊഴി എത്തിച്ച് പ്രാർത്ഥിക്കല്ലേ പ്രാർത്ഥിക്കല്ലേ. എന്താടാ കാണിക്കുന്നത്? തന്തേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടല്ലേന്ന്. കൊന്നു കുഴിച്ചുകൂടി ഞാൻ. മക്കളെ, എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? അപ്പച്ച, വാ അപ്പച്ച.
പൊട്ടത്തരം നീ കാണിക്കാതെടാ. ഈ രക്തം ഞങ്ങളെ കൊണ്ടേ പോവും. കൊല്ലാതെടാ. അയ്യോ എടാ എടാ എന്റെ പൊന്നു മക്കളെ 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 മോനെ. ഈ കഥകടത്ത് അകത്ത് കയറിയല്ലേടാ. ലാസറച്ചായ, അച്ചായനെ ഇത്രയും വിഷമത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. തൊമ്മിച്ചനെ ഓർത്ത് കണ്ണുനീരൊഴുക്കാനേ സമയമുള്ളച്ചു. അച്ചായ, വിശദീകരിക്കാൻ കഴിയാത്ത വാക്കുകളാണ് കണ്ണുനീർ. മനസ്സിന്റെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ മറ്റെന്തിനേക്കാളും കണ്ണുനീരിന് കഴിയും. ലാസറപ്പച്ച, സങ്കടപ്പെടാതെ. എന്താ പറ്റിയത്? അച്ചോ, ഈ തിരുനടയിൽ വന്ന ദിനവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് കുട്ടികളില്ലാതിരുന്ന എനിക്ക് കിട്ടിയതാണച്ചോ തൊമ്മിച്ചനെ. ഇന്ന് വരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല. അവന്റെ പോക്കത്ര ശരിയല്ലച്ചോ. തൊമ്മിച്ചൻ എന്ത് പറ്റി? എന്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു തുള്ളി കണ്ണീരൊഴുക്കേണ്ടവനാ. ഇപ്പൊ അപ്പനും വേണ്ട, മക്കളും വേണ്ട, ഭാര്യയും വേണ്ട, കുടിയും കഞ്ചാവും. പിന്നെ കരയാതെ പിടിച്ചു നിൽക്കുന്ന ലിസി അച്ഛൻ കണ്ടോ? എനിക്കെന്റെ തൊമ്മിച്ചനെ വേണം, അവനെ ഞങ്ങൾക്ക് വേണമച്ചോ. ലാസറപ്പച്ചൻ സങ്കടപ്പെടാതെ. ഞങ്ങൾ തൊമ്മിച്ചനെ കണ്ട് സംസാരിക്കാം. അച്ചായ ലിസയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലേ. ശരി അച്ചോ. ശരി. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമാ? അതെ അച്ചോ. അന്നത്തെ ആ സംഭവത്തോടു കൂടിയാണ് തൊമ്മിച്ചന്റെ ശബ്ദം പോയതും കിടപ്പിലായത്. എന്തിനാ ഞങ്ങളെ വരാൻ പറഞ്ഞ? കാര്യമുണ്ട്, പറയാം. നീ അതും കൊടുത്തേ. എന്താ ഇത്? കുറച്ച് കാശാ, ഇതും കൂടെ വെച്ചോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഞങ്ങൾക്ക് കാശ് തന്നു, ഇപ്പൊ എന്തിനായി കാശ്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ തിരുവോസ്തി എടുക്കാൻ വേണ്ടി നിങ്ങളുടെ പള്ളിയിൽ വന്നു. പക്ഷേ അന്നത് നടന്നില്ല. ആരാത്? അയ്യോ അച്ചോ, അച്ചോ, കറുത്ത രൂപം. എവിടെ? കപ്പിയാർക്ക് തോന്നിയതായിരിക്കും ഗേലടച്ച് വീട്ടിൽ പോകുന്നത്. ഇല്ലച്ചോ. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? തിരുവോസ്തി നിങ്ങളെടുത്ത് തരണം. അതിനാണ് നിങ്ങൾ അന്ന് കാശ് തന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. തിരുവോസ്തി എടുത്തു തരാനോ? ഒരിക്കലും ഞങ്ങളെ ചെയ്യില്ല. എന്നാൽ നീ എണ്ണി വാങ്ങി കാശ് തടാ, തന്നിട്ട് പോയാൽ മതി. ഒന്നുകിൽ വാങ്ങിയ കാശ് തീർത്തതാ. കുട്ടിയും കുടുംബമൊക്കെ ഉള്ളതല്ലേ, തീർത്തു കളയും. ആ കാശം കൊടുക്ക. പറഞ്ഞ ജോലിയിടാ. നമുക്ക് പഴയതുപോലെ ജീവിച്ചാൽ മതിയായിരുന്നു അല്ലേടാ തൊമ്മിച്ച? തൊമ്മി, തൊമ്മി, നിനക്കെന്ത് പറ്റിയടാ? നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റിയടാ? എന്റെ ദൈവമേ, ദൈവത്തിന് നിരക്കാത്ത പാപം ചെയ്തു പോയി ഞങ്ങൾ. ദൈവമേ, സ്നേഹസാഗരമൊഴുകിയലിയും തീരം, ജീവജല നദിയൊഴുകിയലിയും തീരം, ആ സ്നേഹതീരം, സ്നേഹസാഗരതീരം, മാനവർക്കായി ജീവനേകിയ
തിരുവോസ്തിരൂപം സ്നേഹസാഗരമൊഴുകിയലിയും തീരം ജീവജലനദി ഒഴുകിയലിയും തീരം എന്റെ മോന് തിരിച്ചറിവില്ലാതെ പോയി സിസ്റ്റർ. നിങ്ങൾ ആരും വിഷമിക്കണ്ട. കുരിശുമലയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ കാക്കും. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അച്ചോ, എൻ്റെ അപ്പം പോയി. ഇതിയാൻ്റെ അവസ്ഥയും ഇങ്ങനെയായി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അച്ചോ. വിഷമിക്കാതെ ആലീസേ, എല്ലാം ശരിയാ. കർത്താവിന് നിരക്കാത്തത് എന്തെങ്കിലും ചെയ്തുവോ മാത്യൂസേ? അച്ചോ, എൻ്റെ അപ്പനെയും അമ്മയും ധിക്കരിച്ച് ദിയാൻ്റെ കൂടെ ഇറങ്ങി വന്നതിന് കർത്താവ് തന്ന ശിക്ഷയായത്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാം ശരിയാവും ആലീസേ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ശരി. സാത്താനെ പ്രീതിപ്പെടുത്താതെ അവന്റെ ശക്തി എനിക്ക് ലഭിക്കില്ല. നാളെ സാത്താനേറെ ഇഷ്ടപ്പെട്ട ദിവസം, 13ാമത്തെ വെള്ളിയാഴ്ച. ആ പൗർണമി നാളിൽ തന്നെ ആകട്ടെ സാത്താനുള്ള ബലി. അതിനെനിക്കൊരു നവജാത ശിശുവിനെ വേണം. പോ, ഒരുക്കങ്ങൾ നടക്കട്ടെ. പോ. സാത്താൻ കൂടെ തന്നെയുണ്ട്. വാ സാത്താനേ. അച്ഛോ, എന്താ വത്സന്റെ? അച്ഛനോട് ഇപ്പോഴെങ്കിലും ഈ കാര്യം പറഞ്ഞില്ല എങ്കിൽ കർത്താവ് പോലും എന്നോട് പൊറുക്കത്തില്ല. എന്തുണ്ടായി? ഞങ്ങളുടെ അവസ്ഥ കൊണ്ട് ചെയ്തു പോയതാ. ആ സാത്താൻ സേവരുടെയും കൂട്ടാളികളുടെയും വലയിൽ ഞങ്ങൾ അകപ്പെടുകയായിരുന്നു. അച്ഛോ, ആ സാത്താൻ സേവർ പറഞ്ഞതനുസരിച്ച് പള്ളിയിൽ നിന്നും തിരുവോസ്തി മോഷ്ടിച്ചത് തുമ്മിച്ചനും മാത്യുവും മാത്രമല്ല, പിന്നെ ഞാനും കൂടെ ചേർന്ന. വിൻസെന്റ് എന്തൊക്കെയാ പറയുന്നേ? അതെ അച്ഛോ, ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാ. സാത്താൻ സേവറും കൂട്ടാളികളും ഞങ്ങളെ പരിധിയിലാക്കുകയായിരുന്നു. ഇടവകയിലെ മതവിശ്വാസികളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് കർത്താവിന് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവനാ ആ സാത്താൻ സേവർ. സാത്താന്റെ ശല്യം കൂടി വരികയാണ്. അതേ അച്ഛോ. കാശു സ്വാധീനം ഉപയോഗിച്ച് സാത്താൻ സേവയുടെ മറവിൽ സേവയർ കോടികളാണ് ഉണ്ടാക്കുന്നത്. റോയി അച്ഛനെ ആ കരോട്ട് മാഷിനെയും കൂടെ വിളിക്കണം. അച്ഛൻ വന്നേ, വാച്ചോ. സാത്താനെ, ഇടവകയിലെ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ഇനി ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കില്ല. കുഞ്ഞിനെഞ്ഞെടുക്ക്. അച്ഛന്മാർക്ക് വചനം മാത്രമല്ല പറയാൻ അറിയാവുന്നത്, വഷളന്മാരെ ഒതുക്കാനും അറിയാം. നിന്റെ സാത്താൻ സേവ ഇതോടെ തീർന്നു. ഇവനെ പോലുള്ളവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അപ്പച്ചാ, ലിസിയോടെ പോയി. ഇവിടെ ഉണ്ടച്ചോ. വിളിക്ക്. മോളെ ലിസി. ഓ, എന്താച്ചോ? കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാ തുമ്മിച്ചൻ ഈ ഗതി വന്നത്. കർത്താവിന് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ തുമ്മിച്ചന്റെ മുറിയിലുണ്ട്. അതെല്ലാം വലിച്ചു പുറത്തെറിയണം. അച്ഛൻ പറഞ്ഞത് ശരിയാ കുഞ്ഞെ. ലാസറാച്ചായ, ഇന്ന് മുതൽ തിരികെ തിരിച്ച് പ്രാർത്ഥന തുടങ്ങണം. ഞങ്ങളും പ്രാർത്ഥിക്കാം. ശരി അച്ചോ. ശരി എന്താ.
എന്റെ കർത്താവേ, എന്റെ പൊന്നു മോന് ശബ്ദം തിരിച്ചു കിട്ടി. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ ശബ്ദം തിരിച്ചിട്ട് ലിസി. മക്കളെ, അപ്പച്ച, അപ്പച്ച, അപ്പച്ച. എന്റെ പൊന്നു മക്കളെ. തുംച്ച, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ദൈവവിശ്വാസം കൈവിടാതെ സന്തോഷമായി ജീവിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോയി വരൂ. ശരി. സ്നേഹസാഗരമൊഴുകിയലിയും തീരം, ജീവജല നദിയൊഴുകിയലിയും തീരം, ആ സ്നേഹതീരം, സ്നേഹസാഗരതീരം, മാനവർക്കായി ജീവനേകിയ തിരുവോസ്തിരൂപം. സ്നേഹസാഗരമൊഴുകിയലിയും തീരം, ജീവജല നദിയൊഴുകിയലിയും തീരം.